യോ ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ ഹെൽസ് പാരഡൈസ് സീസൺ 2 10ാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സെൻസേ, നിങ്ങൾ എൻ്റെ സെൻസേ ആയിരിക്കാമോ? അല്ല സെൻസേ, അങ്ങനെ സോഡ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. തീർച്ചയായും എൻ്റെ സെൻസ് ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ സോഡ് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു തന്നെ ഇയാളാണ്. ഓ, ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇനി ഒരു സ്റ്റുഡൻ്റായി കാണാതിരിക്കാൻ കഴിയുന്നില്ലല്ലേ? ആ, എന്നാലേ എനിക്കത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. കൊല ചെയ്തവൻ അതിനെപ്പറ്റി ഒരിക്കലും അറിയാൻ സാധിക്കില്ല. പക്ഷെ അതിന് സാക്ഷിയായവന് അതൊരിക്കലും മറക്കാനും കഴിയില്ല. അങ്ങനെ അവർ ഫൈറ്റിനായി നിൽക്കുന്നു. അപ്പോൾ നുർഗായി, അയാളിപ്പോൾ തളർന്നിരിക്കുകയാണ്. കാരണം അയാളുടെ ഇഞ്ചുറീസ് അത്ര വലുതല്ലാഞ്ഞിട്ട് പോലും അവനത് റീസണേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കൂടാതെ ഇപ്പോൾ ഒരു കിളവനെ പോലെയാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ഇനി അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോഴേക്കും ഷൂജിൻ അയാളുടെ മരിച്ച ഡെഡ് ബോഡീസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വളരെ കുറച്ച് താവയുടെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ചാവടം മനുഷ്യന്മാരെ. അങ്ങനെ അയാളതെടുത്ത് അവർക്ക് നേരെ എറിയുന്നു. അപ്പൊ ഷൂജിൻ, ഈ സമയം ഞാൻ റിക്കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അവനും ഇപ്പോൾ എക്സോസ്റ്റഡ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള താവ് അറ്റാക്ക് അവനെ മരണത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. പക്ഷെ ഷിയോൺ പറയുന്നു, ഇത്രയും ചൈൽഡിഷ് ആയ ട്രിക്ക് എൻ്റെ അടുത്ത് വെറും പോയിലെസ് ആണ്. അങ്ങനെ ഷിയോൺ അതിനെല്ലാം വെട്ടിമാറ്റി ഷൂജിന്റെ അടുത്തേക്ക് ചെന്ന് അയാളെ വെട്ടാൻ ശ്രമിക്കുന്നു. ഇവനെ എന്റെ ടാൻഡിന് അടുത്തെത്തിക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ അയാൾ പിന്നിലേക്ക് വഴുതി മാറുന്നു. അപ്പോഴേക്കും ഷിയോൺ ആ ഒടിഞ്ഞ വാളിന്റെ പീസ് എടുത്ത് അയാളുടെ ടാൻഡിനെ ഉന്നമാക്കി എറിയുന്നു. അങ്ങനെ അത് കൃത്യം ഷൂജിന്റെ ടാൻഡിനിൽ കുത്തിയിറങ്ങുന്നു. അതിലൂടെ ഷിയോണും തളർന്നു വീഴുന്നു. അപ്പോഴേക്കും ഷൂജിൻ ചോദിക്കുന്നു, സ്വയം മരിക്കാനായിട്ടും നിനക്കിനി മതിയായില്ലേ എന്ന് പറഞ്ഞ അയാൾ ബാക്കിയുണ്ടായിരുന്ന ബോഡീസും എടുത്ത് ഷിയോന്റെ നേരെ എറിയുന്നു. ഇത് കണ്ട് നുർഗായി അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഷിയോൺ അവളെ തടയുന്നു. അങ്ങനെ ഷിയോണെ അയാളുടെ ഡെഡ് ബോഡികൾ കൊണ്ട് മൂടുന്നു. ഇത് കണ്ട് അയാൾ ചത്തെന്ന് വിചാരിച്ച് ഷൂജൻ പൊട്ടിച്ചിരിച്ചപ്പോഴേക്കും വീണ്ടും ഷിയോൺ അവയെല്ലാം വെട്ടി എറിഞ്ഞുകൊണ്ട് പുറത്തു കിടക്കുന്നു. അങ്ങനെ ഞെട്ടിയ ഷൂജൻ ചോദിക്കുന്നു, നിനക്കൊക്കെ എന്താണോ വേണ്ടത്? നിന്റെ കൂട്ടത്തിലൊരുത്തൻ മരിച്ചെന്ന് കരുതി നീ സ്വയം ചാവാൻ പോവാണോ? ശരിക്കും എന്തിനാ നീ ഇതെല്ലാം ചെയ്യുന്നേ? അതിനിതുവരെ ഞാൻ അവന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. അവന് വേണ്ടി കരയാനോ സങ്കടപ്പെടാനോ അല്ലെങ്കിൽ നിന്നോട് ദേഷ്യപ്പെടാനോ ഞാൻ ശ്രമിക്കില്ല. പക്ഷെ അതെല്ലാം ഞാൻ ചെയ്യും, നീ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം. അതിനി എത്ര തവണ നിന്നെ കൊല്ലേണ്ടി വന്നാലും എനിക്കതൊരു വിഷയമല്ല. ഇല്ല 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 ഇല്ല, ഞാനിവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോഴേക്കും പെട്ടെന്ന് ഷൂജിൻ ആ വാളിന്റെ പീസ് ഷിയോണ് നേരെ അയക്കുന്നു. അങ്ങനെ അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി സമയം നോക്കി ഷൂജിൻ വെള്ളത്തിലേക്ക് ചാടും. എന്നാലും ഷിയോൺ അവനങ്ങനെ രക്ഷപ്പെട്ടാലും അത്ര വേഗം ഹീൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കും. പക്ഷെ അയാളെ ഞെട്ടിച്ചുകൊണ്ട് ഷൂജിൻ തൻ്റെ ഫീമെയിൽ ബോഡിയുമായി ഫുൾ റിക്കവറായി കയറി വരുന്നു. ഷിയോൺ അത് കണ്ട് ഞെട്ടുന്നു. നീ എന്താ നേരത്തെ ജയിച്ചെന്ന് കരുതിയോ? എന്നെപ്പറ്റി നിനക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഷൂജിൻ അയാളുടെ ഫീമെയിൽ ബോഡിയുടെ താവവും മെയിൽ ബോഡിയുടെ താവവും ചേർത്താണ് അയാളിപ്പോൾ ഹീലായി വന്നതെന്ന് പറയുന്നു. പക്ഷെ അവരെ ശരിക്കും ഞെട്ടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരേ സമയം 2 സെക്സും അയാൾക്ക് കൺട്രോൾ ചെയ്യാമെങ്കിൽ കിഷിക്കായ് ഫോമിലേക്കും തനിക്ക് മാറാമെന്ന് മനസ്സിലാക്കി ഷൂജിൻ അയാളെ കിഷിക്കായ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ആവും. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് അതിനോട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കും. എങ്കിലും ഷിയോൺ ഒറ്റയ്ക്ക് തന്നെ അയാൾ ഇത് അവസാനിപ്പിക്കുമെന്ന് ടെൻസിക്ക് വാക്കുകൊടുത്ത് ഓർക്കും. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് ഷിയോന്റെ കണ്ണിൽ പരിക്ക് പറ്റുകയും ആ സമയം അയാളുടെ കുട്ടിക്കാലം അയാൾ ഓർക്കുകയും ചെയ്യുന്നു. ഷിയോണ് കുഞ്ഞിൽ തന്നെ കാഴ്ചശക്തിയില്ലായിരുന്നു. അവൻ ആകെ ഉണ്ടായിരുന്നത് അവൻ്റെ അമ്മ മാത്രമായിരുന്നു. അതുകൂടെ തന്നെ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഷിയോണ് റെയറായി ലഭിച്ച താവോയെ സെൻസ് ചെയ്യുന്ന കഴിവ് വെച്ച് കാഴ്ചക്കാരെ വരുന്നവരുടെ വെട്ടുകളിൽ നിന്നെല്ലാം കൃത്യമായി പിന്മാറുന്ന അവൻ്റെ ആ കഴിവ് കാണിച്ചു കിട്ടുന്ന ക്യാഷ് വെച്ചാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ കാഴ്ചക്കാരെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു അവൻ്റെ അമ്മ ഷിയോന്റെ കണ്ണിൻ്റെ പുറംഭാഗത്ത് മുറിവിൻ്റെ പാടുണ്ടാക്കിയത്. അങ്ങനെ ഒരിക്കൽ അവിടെയുള്ള ഹൈ റാങ്കിങ് കെങ്ക്യോ എന്ന് വെച്ചാൽ ഇത്തരം ബ്ലൈൻഡായ ആളുകളെയൊക്കെ കെയർ ചെയ്യുന്ന ആളുകൾ ഷിയോണെ വിളിച്ച് അവരുടെ ടൊഡോസ എന്ന ഗിൽഡിലേക്ക് അവനെ വെൽക്കം ചെയ്തത്. അങ്ങനെ അവർ വഴിയാണ് ഷിയോൺ യമദ ക്ലാനിലേക്ക് എത്തിയത്. അങ്ങനെ ഷിയോന്റെ സോഡ് യൂസ് ചെയ്യുന്ന അവൻ്റെ കഴിവ് കണ്ട് ഇവൻ ശരിക്കും ബ്ലൈൻഡ് ആണോ എന്ന് അവർ സംശയിച്ച് ശരിക്കും എങ്ങനെയാണ് അവൻ്റെ കണ്ണിൽ ആ പാടുകൾ വന്നതെന്ന് അവർ ചോദിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അവൻ്റെ അമ്മ ഇടയ്ക്ക് കയറി
ഇവൻ്റെ അച്ഛനും ഇവനെ പോലെ ഒരു ഫേമസ് സ്വോർഡ് ഫൈറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് അതേ കഴിവാണ് ഇവനും ലഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ യുദ്ധം ചെയ്താണ് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. അപ്പോൾ ഷിയോൺ ആരെപ്പോൾ അവൻ്റെ കണ്ണിലെ പാടിനെപ്പറ്റി ചോദിച്ചാലും ഷിയോൻ്റെ അമ്മ ഇതേ കള്ളം തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനാൽ തന്നെ ഷിയോണും അത് അംഗീകരിച്ചു പോകുന്നു. കാരണം അവൻ്റെ അമ്മയുടെ പേര് കളയാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ അത്രയും നാളും യാമത ക്ലാനിൽ ഷിയോന്റെ ശരിക്കുമുള്ള പാസ്റ്റ് അറിയാതെ അയാൾ അവിടെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഷിയോൺ ടെൻസയെ കാണുന്നത്. അന്ന് അവൻ ശൂകരമായി തർക്കിക്കുന്നതാണ് അയാൾ കണ്ടത്. അങ്ങനെ ടെൻസയുടെ ഓപ്പൺനെസ്സും ഫിയർലെസ് ആയിട്ടുള്ള അവൻ്റെ ആറ്റിറ്റ്യൂഡും എന്നിട്ടും ബാക്കിയുള്ളവർ അവനെ അംഗീകരിക്കുന്നതും കണ്ട് ഷിയോൺ അവനിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കി ടെൻസയെ ട്രെയിൻ ചെയ്യാനായി ആരംഭിച്ചു. അങ്ങനെ ടെൻസ ഷിയോന്റെ സോഡ് ഹാൻഡ്ലിംഗ് സ്കില്ല് കണ്ട് തനിക്കും അയാളെ പോലെ ആവണമെന്ന് പറഞ്ഞത് കേട്ട് ഷിയോൺ അയാൾക്കും ടെൻസയെ പോലെ ഒരു ഓപ്പണായ ഫിയർലെസ് ആയിട്ടുള്ള വ്യക്തിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്റെ ഫുൾ ശക്തിയും ദേഷ്യവും നിറച്ച ഷിയോൺ അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അയാൾ മരിക്കേണ്ടി വന്നാലും അവളെ തന്റെ കൈകൊണ്ട് തന്നെ കൊല്ലുമെന്ന് ഷിയോൺ പറയുന്നു. അങ്ങനെ ഷൂജിന്റെ കിഷിക്കായ് ഫോം യൂസ് ചെയ്ത് അവനെ ഞാൻ കൊല്ലുമെന്ന് ഷിയോനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഷൂജിനും അയാളെപ്പോലെ ഇപ്പോൾ വളരെ വീക്കറാണെന്നും ഇനി അവശേഷിക്കുന്ന ശക്തി വെച്ച് അവൾ ഇനി എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും അതെല്ലാം വെറുതെയാണെന്നും ഷിയോൺ പറയും. അതുകൊണ്ട് അവളെ അടവൊന്നും എൻ്റെ അടുത്ത് വർക്കാവില്ല എന്ന് ഷിയോൺ പറയുന്നു. അങ്ങനെ നുറുകായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞ ശേഷം ഷിയോൺ മുന്നോട്ടേക്ക് ചെന്ന് അയാളുടെ ടാൻഡലിലേക്ക് ഷിയോന്റെ വാള് കുത്തിയിറക്കുന്നു. ഷൂജിനെ താവ അയാൾക്ക് ഹിൻഡർ ചെയ്യാൻ കഴിയില്ല എന്ന് അയാൾക്ക് അറിയാമെങ്കിലും അതിനെ കൗണ്ടർ ചെയ്യാൻ അവർ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ടെൻസിന്റെ കൈയും കാലും വെട്ടിക്കളഞ്ഞതിന് ശേഷം അവരുടെ ടാൻഡലിലേക്ക് സോഡ് കുത്തിയിറക്കി റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അതിനെ എക്സോസ്റ്റഡ് ആക്കുക എന്ന പ്ലാൻ ഷിയോൺ നടപ്പിലാക്കുന്നു. പക്ഷെ മെയ്സാൻ അങ്ങനെ ചെയ്താൽ ഒരുപാട് വൈൻസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ സോഡ് വെച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചാലും ആ വൈൻസ് വെച്ച് നമ്മളെ അത് അറ്റാക്ക് ചെയ്യും. എന്നിരുന്നാലും ഷിയോൺ തന്റെ സോഡിൽ നിന്നും കൈയെടുക്കാതെ അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. അങ്ങനെ ഫുള്ളി ടയർഡായിട്ടും പിടിച്ചു നിൽക്കുന്ന ഷിയോനെ കണ്ട് നുറുകായി അയാൾ മരിക്കുമോ എന്നോർത്ത് പേടിക്കുന്നു. അതേസമയം ഷൂജിന്റെ താവ വീക്കറാവുന്നത് മനസ്സിലാക്കിയ ഷിയോൺ ഇവിടെ ഇനി നമ്മൾ ഒരുമിച്ച് മരിച്ചാലും അതൊരു വിജയമായിട്ടായിരിക്കും ഞാൻ കണക്കാക്കുക എന്ന് ഷിയോൺ പറയുന്നു. അങ്ങനെ അയാളുടെ ബോഡിക്കുള്ളിലൂടെ ആ വൈൻസ് കുത്തിയിറങ്ങുന്നു. പക്ഷെ ഷിയോൺ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും നുറുക അയാളോട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ പെട്ടെന്ന് ഷിയോൺ നുറുകയോട് ഇവിടെ നിന്ന് പോയി ബാക്കിയുള്ളവരോടൊപ്പം ചേരാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ നുറുക ഇത് കേട്ട് ഇത് അവൾക്കറിയാവുന്ന ഷിയോൺ അല്ല എന്ന് പറയും. കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ തന്നെ വന്നാലും അതെല്ലാം വളരെ ഗൗരവത്തോടെ എടുത്ത് കാര്യക്ഷമമായി ഡീൽ ചെയ്യുന്ന ഷിയോൺ അല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട ഷിയോൺ പറയുന്നു, അന്നത്തെ ആ സംഭവത്തിൽ ടെൻസയ്ക്ക് അറിയാമായിരുന്നു നമുക്കതിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ആ സമയം നമ്മളെങ്കിലും സർവൈവ് ചെയ്യണമെന്ന് വിചാരിച്ച് അവൻ നമ്മളോട് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടത്. ശരിക്കും അതായിരുന്നു ശരിയായ തീരുമാനം. പക്ഷെ എനിക്ക് മാത്രമെന്താ ഈ സമയം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത്? എനിക്കറിയാം ടെൻസ് മരിച്ചത് ഒരുപാട് റിഗ്രറ്റും വേദനയും സഹിച്ചിട്ടാണ്. പക്ഷെ എനിക്കപ്പോൾ അവന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന് ഇവൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തും. ആ സമയം നുറുകായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ബാക്കിയുള്ളവരോടൊപ്പം ചേരണമെന്നും അയാൾ പറയുന്നു. പക്ഷെ നുറുകായി ഒന്ന് മടിച്ചെങ്കിലും അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ അതേസമയം അവൾക്ക് താൻ വീണ്ടും ടെൻസിയെ ഉപേക്ഷിച്ചതുപോലെ മാസ്റ്ററേയും ഉപേക്ഷിക്കാൻ പോവുകയാണോ എന്ന് ആലോചിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് അവൾ നിലത്തേക്ക് വീഴുന്നു. ശേഷം ഇവരെല്ലാം മരിച്ചത് അവൾ കാരണമാണെന്നോർത്ത് നുറുകായി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ടെൻസ് വരുന്നതായി അവൾക്ക് തോന്നുന്നു. ശേഷം അവളുടെ സോഡ് എടുത്ത് നൽകിയ ശേഷം നമുക്ക് ഈ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് ടെൻസ് പറഞ്ഞത് കേട്ടി നുറുകായി രണ്ടും കൽപ്പിച്ച് തിരിച്ച് അവളുടെ സെൻസിയെ രക്ഷിക്കാനായി പോകുന്നു. അതേസമയം ഷിയോൺ മരണത്തിന്റെ തൊട്ടുവക്കിലായിരുന്നു. അങ്ങനെ ബോഡി മുഴുവൻ വള്ളികളാൽ ചുറ്റപ്പെട്ട് ഒന്നും ഫീൽ ചെയ്യാൻ കഴിയാതെ അയാൾ അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് നുറുകായി വന്ന് അയാളെ രക്ഷിക്കുന്നു. അങ്ങനെ അവൾ അയാളുടെ താവയെ റിക്കവർ ചെയ്യാനായിട്ട് ഷിയോണെ മുറുക്കെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ ഷിയോൺ അവളുടെ കെട്ടിപ്പിടുത്തം മൂലം ശ്വാസം കിട്ടാതെ അയാൾ ചാടി എണീക്കുന്നു. അങ്ങനെ നുറുകായിക്ക് അയാളുടെ താവ് റീജനറേറ്റ് ആയി എന്ന് മനസ്സിലാകുന്നു. അതേസമയം ഷൂജിന്റെ റീജനറേഷൻ ഇപ്പോൾ വളരെ സ്ലോവർ ആയിരിക്കുന്നതും അവർ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഷിയോൺ എങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ നുറുകായി വേണ്ട, നമുക്കതിനെ ഇവിടെ വിട്ടിട്ട് പോകാമെന്ന് പറയുന്നു. പക്ഷെ ഷിയോൺ അതിനെ കൊന്നാലേ ടെൻസിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പ്രതികാരം അവസാനിക്കൂ എന്ന് പറയുന്നു. പക്ഷെ നുറുകായി ടെൻസി ഒരിക്കലും മാസ്റ്റർ വിചാരിച്ചതുപോലെ സഫറിങ്ങിലോ റിഗ്രറ്റോടെയോ അല്ല മരിച്ചതെന്ന് പറയുന്നു. ഇത് കേട്ട് ഷിയോൺ ഞെട്ടുന്നു. അന്ന് നുറുകായും എടുത്ത് ഷിയോൺ രക്ഷപ്പെട്ട സമയം ടെൻസിയുടെ മുഖത്ത് അവൾ കണ്ടത് അവൻ സന്തോഷത്തോടെ ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അയാളുടെ മരണത്തെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തിരുന്നില്ല. അത് സാഡായിരുന്നെങ്കിലും വളരെ കൂളായൊരു സ്മൈലായിരുന്നെന്ന് നുറുകായി പറയുന്നു. അതുകൊണ്ട് ഇനി അയാൾക്ക് വേണ്ടി മാസ്റ്റർ പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവൾ പറയുന്നു. കൂടാതെ അയാൾ ഇത് ഇത്രയും നാളും മാസ്റ്ററോട് പറയാതിരുന്നത് അവർ ടെൻസയെ പറ്റി ഇത്രയും നാൾ സംസാരിച്ചിരുന്നില്ല എന്നതുകൊണ്ടായിരുന്നു. അങ്ങനെ അയാളെപ്പറ്റി തനിക്ക് ഇനിയും അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് നുറുകായി ഷിയോണെ കെട്ടിപ്പിടിക്കുന്നു. അവസാനം ഷിയോണ് കാര്യം മനസ്സിലായി അവിടെ നിന്ന് പോവാമെന്ന് തീരുമാനിക്കുന്നു. അതോടൊപ്പം നുറുകായിയോട് നന്ദി പറഞ്ഞ് ശരിക്കും അവളെയാണ് താൻ മാസ്റ്റർ എന്ന് വിളിക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ട് നുറുകായി പൊട്ടിക്കരയുന്നു. ഇതേ സമയം തന്നെ ഷൂജിനും ബീറ്റണായ വിവരം ഗുയിഫ തിരിച്ചറിയുന്നു. അതേസമയം
നമുക്കിനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചുകൂടെ എന്ന് സഗരി ഒരു വട്ടം കൂടി ചോദിക്കുന്നു. അതേസമയം മറ്റേ സൈഡിൽ ഗബിമാറു മരിക്കാറായത് കണ്ട് സഗരി ഞെട്ടുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് കാര്യവും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.